നമസ്കാരം. അഘോര വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ അധികം സന്തോഷത്തോടു കൂടിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതിന് ഒരു കാരണമുണ്ട്. കാരണം ആ കാരണം നിങ്ങളെ അറിയിക്കാം. അതിനോടൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ ഫോൺ വിളിച്ചിട്ടൊക്കെ പറയാറുണ്ട് അവർക്ക് ചില പ്രൈസുകളൊക്കെ ലോട്ടറി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ലോട്ടറി അടിച്ചത് 5000, അങ്ങനെ ചെറിയ പ്രൈസുകളൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ വലിയ സന്തോഷമുണ്ട്. അവര് എന്നെ വിളിച്ചിട്ട് ഫോൺ മുഖാന്തരം നേരിട്ട് വിളിച്ച് പറയാറുണ്ട്. കിട്ടിയവര് ചെറിയ പ്രൈസ് കിട്ടിയാൽ പോലും അവര് ആ നമ്പർ വെച്ചെടുത്ത രീതിയിൽ എടുത്തിട്ട് അവർ കിട്ടിയിട്ടുണ്ട് എന്നോട് ഒരുപാട് ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ആ സന്തോഷത്തോട് കൂടിയിട്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാല് എനിക്ക് ഈ നമ്മള് കഴിഞ്ഞ വിഷു ബമ്പർ ലോട്ടറിയുടെ ഫലപ്രവചനം നടത്തിയിരുന്നു. നമ്മൾ പറഞ്ഞ രാശിയിൽ വന്ന നക്ഷത്രക്കാർക്കാണ് അത് ലഭിച്ചതിൽ എന്നറിഞ്ഞു. അതില് വളരെയധികം സന്തോഷമുണ്ട്. അതിന് ഇവിടെ നിങ്ങളോടും അതേപോലെ ദൈവത്തോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരാണ് എൻ്റെ ഈ ചാനൽ കണ്ട് എന്നെ വിജയത്തിലേക്ക് എത്തിച്ചത്. അതിന് ഒരുപാട് പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്തത്ര നന്ദിയുണ്ട്. അതാദ്യം അറിയിക്കുകയാണ്. എന്തായാലും വിഷു ഫലപ്രവചനം സത്യമായി ഭവിച്ചു. ദൈവത്തിന്, സർവേശ്വരന് നന്ദി പറയുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയ അധ്യായത്തിൽ ഇപ്രാവശ്യം കൂടുതൽ നീട്ടിപ്പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ പണിയൂ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. തുടർന്ന് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് 2025 സെപ്റ്റംബർ മാസം 27-ാം തീയതി ശനിയാഴ്ച 2 മണിക്കാണ് തിരുവോണം ബമ്പർ, കേരള ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ്. ആ നറുക്കെടുപ്പ് 6 രാശിക്കാർക്ക് സാധ്യതയുണ്ട്. അതായത് 6 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ പ്രൈസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം 25 കോടി രൂപയാണ് ഒന്നാം സമ്മാനം, 2ാം സമ്മാനം, അങ്ങനെ കോടികളുടെ സമ്മാനങ്ങളുണ്ട്. ഈ സമ്മാനം ഈ 6 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കുമെന്ന് അച്ചട്ടാണ്. കാരണം ആ രാശിക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. ആ രാശിയിൽ വരുന്ന നക്ഷത്രക്കാര്, അതായത് ഈ രാശിയിൽ ഭാഗ്യത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന, അതായത് ആ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഇതിലെ നക്ഷത്രക്കാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ആ 25 കോടി രൂപ ലഭിക്കുന്നത്. മാത്രമല്ല ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. കോടികളുടെ നിരനിരയായ സമ്മാനം തന്നെ ബാക്കിലുണ്ട്. സെക്കൻഡ്, 2ാം സമ്മാനമായിട്ടും 3ാം സമ്മാനമായിട്ടും ധാരാളം പ്രൈസുകളുള്ള ഒരു നറുക്കെടുപ്പാണ് കേരള ലോട്ടറി ഇപ്രാവശ്യം കാഴ്ചവെക്കുന്നത്. എന്തായാലും ഈ 6 രാശിക്കാര് ആരൊക്കെയാണെന്നും അതിൽ വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് ആണ് സാധ്യത എന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്തായാലും ഈ ഫലപ്രവചനവും അച്ചട്ടായി ഭവിക്കണമെന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. സർവേശ്വരൻ കാത്തുകൊള്ളട്ടെ. നിങ്ങൾക്ക് ഏവർക്കും ആ ലോട്ടറി അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ രാശിക്കാരെ നോക്കാം. ആ രാശിക്കാരെ ആരൊക്കെ നോക്കാം. ആ മഹാഭാഗ്യവാന്മാരായി വരുന്ന രാശിക്കാരൊക്കെയെന്ന് നോക്കാം. അതിൽ വരുന്ന നക്ഷത്രക്കാരെയും നമുക്ക് നോക്കാം. ഈ രാശിയിൽ വരുന്ന, ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു നക്ഷത്രക്കാർക്കായിരിക്കും ഈ 25 കോടി രൂപ, അതായത് 2025 സെപ്റ്റംബർ 27 ശനിയാഴ്ച 2 മണിക്ക് നറുക്കെടുക്കുന്ന കേരള ലോട്ടറിയുടെ തിരുവോണം ബമ്പർ ലഭിക്കാൻ പോകുന്ന എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയും. എന്തായാലും ലഭിക്കുന്ന ഭാഗ്യവാൻ മഹാഭാഗ്യവാനായിരിക്കും. ഈ പ്രൈസ് ലഭിക്കുന്ന മഹാഭാഗ്യവാനായിരിക്കും. എന്തായാലും തൊട്ടപ്പിറകെ കോടികളുടെ സമ്മാനങ്ങൾ ധാരാളം എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട്. ആരും വിഷമിക്കേണ്ടതില്ല.
പരമാവധി പ്രൈസ് ഇപ്രാവശ്യം ലോട്ടറിയിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ രാശിയാണ് മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഈ മഹാഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വ്യത്യാസം വന്നിരിക്കാം. എങ്കിൽ പോലും പൊതുഫലപ്രകാരം ഈ ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാര്. രണ്ടാമത്തെ കൂറായ മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന മകീരം, തിരുവാതിര, പുണർ നക്ഷത്രക്കാർക്ക് ഇതിനുള്ള സാധ്യതയുണ്ട്. മകീരം, തിരുവാതിര, പുണർദ് നക്ഷത്രക്കാർക്കും ഇതിനുള്ള മഹാഭാഗ്യം കാണുന്നുണ്ട്. അങ്ങനെ മൊത്തം 6 രാശിക്കാരാണ്. ഈ 6 രാശിക്കാരിൽ മൂന്നാമത്തെ രാശി നമുക്ക് നോക്കാം. മൂന്നാമത്തെ രാശിയിൽ വരുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്കും ഈ മഹാഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഉത്രം നക്ഷത്രക്കാർക്കും ഈ മഹാഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അതായത് ചിങ്ങം രാശിക്കാർക്ക് ഇതിനുള്ളൊരു ഭാഗ്യമുണ്ട് എന്ന് പറയാം. കാരണം ഇവർക്കും ചില ഘടകങ്ങൾ അനുകൂലമായി വരുന്ന സാഹചര്യമുണ്ട്. അതായത് പല ഘടകങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ല പല ഗ്രഹങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫലപ്രവചനം നടത്തുന്നത്. ഇത് തീർച്ചയായിട്ടും അച്ചട്ടായിട്ട് ഫലിച്ചിരിക്കും. നമുക്ക് നോക്കാം. ഓണം ബമ്പർ പ്രൈസ് വരുമ്പോൾ, അതിൽ നറുക്കെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. റിസൾട്ട് വരുമ്പോൾ ഈ നമ്മൾ അറിയുന്ന ആളാണെങ്കിൽ ആ ആളുടെ നക്ഷത്രം എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് കന്നി രാശിയിൽ വരുന്ന നക്ഷത്രമാണ് ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കും ഈ മഹാഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അതായത് കന്നി രാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കും ഈ തിരുവോണം ബമ്പറിന്റെ ലോട്ടറി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമായ ധനു രാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും ഈ മഹാഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അതായത് ഉത്രാടം, മൂലം, പൂരാടം നക്ഷത്രക്കാർക്കും ഈ തിരുവോണം ബമ്പർ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി ഫസ്റ്റ് പ്രൈസ് ഒരു വ്യക്തിക്കല്ലേ ലഭിക്കുള്ളൂ നമുക്കറിയാം. പക്ഷെ സെക്കൻഡ് പ്രൈസോ തേർഡ് പ്രൈസോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന നക്ഷത്രക്കാർക്ക്. അവസാനമായിട്ട് പറയാനുള്ളത് കുംഭക്കൂറിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടായി നക്ഷത്രക്കാർക്കും ഈ മഹാഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. കുംഭക്കൂറിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കും ഈ മഹാഭാഗ്യം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. 2025 സെപ്റ്റംബർ മാസം 27-ാം തീയതി 2 മണിക്ക് ശനിയാഴ്ച നറുക്കെടുക്കുന്ന തിരുവോണം ബമ്പറിന്റെ പ്രൈസ് ലഭിക്കാൻ സാധ്യത കൂടുതൽ ഉള്ള രാശിക്കാരെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതിലെ നക്ഷത്രക്കാരും മഹാഭാഗ്യവാന്മാരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള 6 രാശിക്കാർക്കും സാധ്യത ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനും സാധ്യത ഉണ്ട്. പക്ഷെ ഏറ്റവും എന്റെ ഫലപ്രവചനത്തിൽ ഏറ്റവും സാധ്യത ഉള്ള നക്ഷത്രക്കാരെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് നിങ്ങൾക്ക് ആ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പൊതുവായുള്ള ഫലമാണ്. ഇതിനെ ഈ രീതിയിൽ തന്നെ കണ്ടാൽ മതി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ആ മഹാഭാഗ്യം ലഭിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. തീർച്ചയായിട്ടും അത് ലഭിക്കട്ടെ. അതിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരെയും. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക. ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. പുതിയൊരു വിഷയമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.